ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വൈകുന്നേരം നമുക്ക് കഴിക്കാനായിട്ടൊരു സൂപ്പർ ഇറച്ചി കേക്ക്, അതും ചിക്കൻ വെച്ചിട്ട് വളരെ രുചികരമായ ഒരു ചിക്കൻ കേക്കാണിത്. നിങ്ങൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്യണേ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ കുഞ്ഞു ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ഓൾ എന്ന ഓപ്ഷനിൽ അമർത്തണേ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാം. കുക്കറിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ 250 ഗ്രാം ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു നുള്ളു ഉപ്പും നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമുക്ക് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് നമുക്ക് വേവിക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ച് നമുക്കിത് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ 3 മീഡിയം സവാള വളരെ കനം കുറച്ച് അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ നേരിയതായി അരിഞ്ഞെടുത്ത നമ്മുടെ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മിക്സാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്നായി വെന്തോളും. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും നമുക്കൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 2 തണ്ട് കറിവേപ്പില കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് അതും നമുക്കിതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് 8 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ഇതുപോലെ നമുക്ക് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്വല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. വേവിച്ച് വെച്ച നമ്മുടെ ചിക്കൻ ഒരു മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒറ്റ തവണ മാത്രം കറക്കിയാൽ മതി. ഇതുപോലെ പൊടിഞ്ഞ പോലെ നമുക്ക് കിട്ടും. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് മല്ലിയില വേണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളെടുത്തതിന് ശേഷം ആ ബൗളിലേക്ക് ഒരു 5 കോഴിമുട്ടയാണ് ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്ത ആ കോഴിമുട്ട നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. 2 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്ത് നന്നായി പതപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മസാലയും ചിക്കനും എല്ലാം കൂടി നമുക്ക് ഈ മുട്ട അടിച്ചെടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 സെക്കൻഡ് നേരം നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സെറ്റാവുന്നത് വരെ വേണം ഇതൊന്ന് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കാൻ. എന്നിട്ടിത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കുഴിയുള്ള പാൻ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഇറച്ചിക്കൂട്ട് ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി വെച്ച് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് വേവാനായിട്ട് ഒരു 20 മിനിറ്റ് എന്തായാലും എടുക്കും. 20 മിനിറ്റിന് ശേഷമാണ് എനിക്കിത് വെന്ത് കിട്ടിയത്. ഞാൻ വേറൊരു പാൻ ഇതുപോലെ എടുത്ത് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം ഈ കേക്ക് അതിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് വരാനായിട്ട്. ഇതാ കണ്ടില്ലേ,
വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്കിവിടെ എൻ്റെ ചിക്കൻ കേക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്തു നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. വളരെ രുചികരമായ ഈ ഇറച്ചി കേക്ക് റംസാനിനും 4 മണിക്കുമൊക്കെ കഴിക്കാൻ വളരെ രുചികരമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.